ഖത്തറിലെ അമേരിക്കൻ എയർബേസ് ഇറാൻ ആക്രമിച്ചെന്ന സൂചന. ദോഹയിൽ നിന്ന് ഉഗ്രസ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി റിപ്പോർട്ട്. ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായിരിക്കെ വ്യോമപാത താൽക്കാലികമായി ഖത്തർ അടച്ചിരിക്കുകയാണ്. ആദിലുണ്ട് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ആദിൽ, എന്തായാലും അമേരിക്കയുടെ ഒരു ഭാഗത്ത് ഇറാനുമേൽ ഈ ഭീഷണിയും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അമേരിക്ക കൂടുതൽ ഒരു ഇരട്ടത്താപ്പ് നയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയ്ക്കെതിരെ ഇറാന്റെ തിരിച്ചടികൾ ഉണ്ടാകുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇപ്പോഴിതാ ഖത്തറിലെ അമേരിക്കൻ എയർബേസിൽ വരെ ഇറാൻ ആക്രമണം തൊടുത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ ഖത്തറിലെ അമേരിക്കൻ എയർബേസിൽ ഇറാൻ്റെ വ്യോമാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 മിസൈലുകൾ ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിലേക്ക് തൊടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. നമുക്കറിയാം, ഇറാൻ്റെ മേൽ അമേരിക്ക നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാൻ്റെ ഒരു പ്രത്യാക്രമണം ലോകത്താകമാനം നിരീക്ഷിച്ചു പോകുന്നതാണ്. 2 തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഒന്ന് ഹോർമുസ് കടലെടുക്ക് അടയ്ക്കുന്നതും മറ്റൊന്ന് പശ്ചിമേഷ്യയിലെ 19ഓളം വരുന്ന അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ ആക്രമിക്കുമെന്നുള്ളതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രത്യാക്രമണം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അമേരിക്കയുടെ എല്ലാ വ്യോമതാവളങ്ങളും എല്ലാ സൈനിക താവളങ്ങളും വളരെയധികം ശ്രദ്ധാലുക്കളായി തന്നെയായിരുന്നു നിന്നിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടെ നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഖത്തറിലെ അമേരിക്കയുടെ വ്യോമതാവളം ആക്രമിച്ചു എന്നുള്ള നിലയ്ക്കാണ്. ദോഹയിൽ നിന്ന് ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമുക്കറിയാം, ഖത്തർ കഴിഞ്ഞ മിനിറ്റുകൾക്ക് മുൻപാണ് ഖത്തറിൻ്റെ വ്യോമാതിർത്തി അടച്ചു എന്നുള്ളൊരു വാർത്ത സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്തു വന്നിരുന്നത്. ഇതിൻ്റെ പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ളത്. ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് സൂചനകളായി നമുക്ക് മുന്നിലേക്ക് വരുന്നത്. കാരണം ഈ കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപ് ഈ ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെ വരാൻ സാധ്യതയുള്ള ഭീഷണികളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള വലിയ ആക്രമണം നടന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്, കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപാണ് ഖത്തറിലെ അമേരിക്കൻ പൗരന്മാരോടും അതുപോലെ തന്നെ UK-യും അവരുടെ എംബസികൾ മുഖാന്തരം പൗരന്മാരോട് സുരക്ഷിത ഇടങ്ങളിൽ കഴിയണമെന്നുള്ള നിർദ്ദേശം നടത്തിയത്. ഖത്തറിൽ താമസിക്കുന്ന അമേരിക്കൻ UK പൗരന്മാർക്ക് ഇത് സംബന്ധിച്ചുള്ള ഇമെയിൽ സന്ദേശം അയച്ചതായുള്ള റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടന്നു എന്നുള്ള രീതിയിലുള്ള സൂചനകളും റിപ്പോർട്ടുകളും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഇറാഖിലുള്ള ഐൻ അൽ അസദ് എയർബേസും ഇത്തരത്തിലുള്ള ആക്രമണത്തിനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ഈ അമേരിക്ക ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം അമേരിക്ക നേരിടേണ്ടി വരും എന്നുള്ള രീതിയിൽ ഇറാൻ്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രത്യാക്രമണത്തിൻ്റെ സൂചനകളാണ് ഈ വാർത്തകളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളത്തിന് നേരെയാണ് ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ കടക്കുകയാണ്. ഖത്തറിലടക്കം ഇറാൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്, അമേരിക്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആക്രമണം നടത്തിയതിന് ശേഷം ഈ പറയുന്ന ഖത്തറും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ എടുത്ത നിലപാടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും അമേരിക്കയുടെ പേരെടുത്ത് പോലും പറയാതെയാണ് അമേരിക്ക ഇറാന് മേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ അപലപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിൽ അപലപിച്ചിട്ടുണ്ടോ എങ്കിൽ കൂടിയും അമേരിക്കയുടെ പേരൊരു കാരണവശാലും എടുത്തു പറയാതെയുള്ള രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള ഒരു ആക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സൂചനകൾ അതിനുശേഷമുള്ള ഘട്ടങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. നിലവിൽ ഈ ഖത്തറിൽ കേട്ടിട്ടുള്ള ഈ ഉഗ്ര സ്ഫോടന ശബ്ദങ്ങൾ ശരിവെക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഏകദേശം 6ഓളം മിസൈലുകളാണ് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിന് നേരെ
വർഷിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.